ഹലോ ഗായ്സ്, എൻജോയ് വിത്ത് വൈപ്പോലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമുക്കിന്നൊരു ഉപ്മാവ് റെസിപ്പി ആക്കിയാലോ. എനിക്കറിയാം എല്ലാവർക്കും ആക്കാനിത് അറിയാമെന്ന്, എന്നാലും അറിയാത്തവർ ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് വേണ്ട ചേരുവകൾ, നമുക്ക് കറിവേപ്പില വേണം, ഉള്ളി വേണം, ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്, പിന്നെ ഞാൻ ബ്രോക്കലി എടുത്തിട്ടുണ്ട്. അത് സാധാരണ ഉപ്മാവിൽ ഉണ്ടാവില്ല, പക്ഷെ ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ കുറച്ച് വെജിറ്റബിൾസ് അധികം എടുത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്വീറ്റ് കോൺ ഞാൻ ഫ്രോസൺ ആണ് വാങ്ങിയത്. അത് ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബട്ടർ എടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ബട്ടർ, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് വേണം. പിന്നെ ഓയിൽ ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പൊടി എന്ന് പറയാൻ ആകെ മഞ്ഞപ്പൊടി മാത്രം മതി. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ, കുറച്ചേ ചേർക്കുന്നുള്ളൂ. അതിൽ കടുക് നേരത്തെ പറയാൻ വിട്ടുപോയേ. അപ്പോൾ കടുക് അത് പൊട്ടിയ ശേഷം, കടുക് പൊട്ടിയ ശേഷം നമ്മൾ ഇഞ്ചി, കുത്തി അരിഞ്ഞ ഇഞ്ചി, പിന്നെ ചെറുങ്ങനെ അരിഞ്ഞ പച്ചമുളക്, പിന്നെ ഉള്ളി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ അത് നന്നായിട്ട് അതിൻ്റെ കളർ മാറുമ്പോൾ അറിയാമല്ലോ, ആ കളർ മാറുന്ന വരെ മിക്സ് ചെയ്ത് ഇളക്കി മാറ്റുക. സിമ്മിട്ട് വെക്കുക നമ്മളെ ഫ്ലെയിം. അതിനുശേഷം അതിൽ കറിവേപ്പില ഇട്ടു, പിന്നെ ക്യാരറ്റ് ഇട്ടു, ബ്രോക്കലി കൊത്തിയാണ് ബ്രോക്കലി ഇട്ടു, പിന്നെ ഞാൻ ലാസ്റ്റ് നമ്മളെ സ്വീറ്റ് കോൺ ഇട്ടു. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. കാരണം എല്ലാ ഭാഗത്തും നന്നായിട്ട് ആ ഓയിലാവട്ടെ എല്ലാം നമുക്ക് പിടിക്കണം. പിന്നെ ഇതൊന്ന് വെന്ത് വന്ന് ഒരു പാകമായപ്പോൾ ഞാൻ വെള്ളം ചേർത്തത്. ഏകദേശം 3 ഗ്ലാസോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റി ഒരു 3-4 ആൾക്ക് എങ്ങനെ തിന്നാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. ഈ സമയത്ത് ഈ വെള്ളം ഒഴിച്ച ശേഷം വേണം നിങ്ങൾ പാകത്തിനുള്ള ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഈ റവയൊക്കെ ഇട്ട ശേഷം നമുക്ക് ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം ഞാനൊരു കുറച്ച് ബട്ടറും പിന്നെ നമ്മുടെ പച്ചമുളകില്ല അതും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ വെള്ളം തിളച്ച് വന്ന ശേഷം വേണം നമ്മൾ ഈ ഒരു റോസ്റ്റഡ് റവയാണത്, അത് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കി. അതാണ് ഇതിലത്തെ ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടുന്തോറും അത് ഇളക്കി, ഇല്ലെങ്കിൽ കട്ട കെട്ടില്ല. അങ്ങനെ ഇളക്കുമ്പോൾ കട്ട കെട്ടാൻ ഒരു വഴിയില്ല. അങ്ങനെ നമ്മൾ ടേസ്റ്റി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. എന്ത് കറി ഉണ്ടപ്പോൾ നിങ്ങൾക്കിത് കഴിക്കാട്ടോ. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് വെക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.